Dear students, ഈ ഷോർട്ട് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനെയർ പ്രിപ്പറേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷനെ കുറിച്ച്, പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷനിൽ ഇൻട്രഡക്ഷൻ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, പ്രിപ്പയർ ചെയ്യേണ്ട ക്വസ്റ്റ്യനെയറിനെ കുറിച്ച് അല്ലേ, അതിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട ക്വസ്റ്റ്യൻസിൻ്റെ നേച്ചറിനെ കുറിച്ചൊക്കെ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നു. ഓക്കെ, ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ HOD ആയിട്ടുള്ള ലക്ഷ്മണൻ സാറ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടാവും. നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അതിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾ ടോപ്പിക്കെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലേ, അടുത്ത ഒരു വർക്കിലേക്ക് നമ്മളെ ഇൻട്രഡക്ഷൻ ചാപ്റ്ററിൻ്റെ കുറച്ചൊരു ബേസിക് ആയുള്ള സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. അങ്ങനെ ഇൻട്രഡക്ഷൻ ചാപ്റ്ററിന് ഒരു ബേസിക് ആയുള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള സ്ഥിതിക്ക്, ഒരു ബ്ലൂ പ്രിൻ്റ് നിങ്ങളുടെ കൈവശമുള്ള സ്ഥിതിക്ക് ഇതിൽ നമുക്ക് മാറ്റം വരുത്താം കേട്ടോ. ഇൻട്രഡക്ഷൻ ചാപ്റ്റർ നമ്മൾ ഇപ്പം ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ നമുക്ക് പിന്നീട് വരുന്ന ഇൻപുട്സിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്തിട്ട് ഫൈനലി പ്രസൻറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇപ്പം നമ്മളൊന്ന് തയ്യാറാക്കി വയ്ക്കുന്നു അല്ലേ. നമ്മുടെ പ്രോബ്ലം ഡെഫിനിഷൻ എന്താണ് അല്ലേ, നമ്മുടെ ടൈറ്റിൽ എന്തായിരുന്നു, പ്രോബ്ലം ഡെഫിനിഷനാണ്, എന്തിനു വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റഡി ചെയ്യുന്നു, അപ്പോൾ സ്കോപ്പ് എന്താണ്, ഒബ്ജക്റ്റീവ് എന്തെല്ലാമാണ് നമ്മളിവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻ എന്താണ്, ഡാറ്റ കളക്ഷൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, പ്രൈമറി സെക്കൻഡറി ഡാറ്റ അല്ലേ, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണ് അല്ലേ, അത് ക്വസ്റ്റ്യനെയർ നമ്മൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ എത്രമാത്രം സാമ്പിൾസാണ് നമ്മൾ കളക്ട് ചെയ്യുക അല്ലേ, പോപ്പുലേഷൻ എന്താണ്, പോപ്പുലേഷൻ്റെ സൈസ് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്, അതിന് സാമ്പിൾ നമ്മൾ എത്ര കളക്ട് ചെയ്യുന്നുണ്ട്, ഏത് രീതിയിലാണ് സാമ്പിൾ, ഏത് മെത്തേഡ് ഉപയോഗിച്ച് സാമ്പിളിങ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഏകദേശം ഒരു രൂപം ആക്കിയിട്ടുണ്ടാവും. മുഴുവൻ നമുക്ക് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഒരു ഒപ്പീനിയൻ അല്ലേ, ഒരു വേഗമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ ഉണ്ടായിട്ടുണ്ടാവും ഇതിനോടകം തന്നെ. ക്ലിയർ? അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്കോപ്പ് ഓഫ് സ്റ്റഡി, ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റഡി, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ക്ലിയർ വേണം ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനെയറിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച്, അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സാറ് നേരത്തെ ഡിസ്കസ് ചെയ്തു. എങ്കിലും നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ ക്വസ്റ്റ്യനെയർ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ടു ബി ഇൻക്ലൂഡഡ്. ക്ലിയർ? 10 ക്വസ്റ്റ്യനാണ് നമുക്കുള്ളതെങ്കിലും അത് വെച്ച് നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ മതി. ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ്. ക്ലിയർ? വളരെ കൂടുതൽ ക്വസ്റ്റ്യനൊന്നും ഉൾക്കൊള്ളണമെന്നില്ല, ബിക്കോസ് നിങ്ങൾ ചെയ്യുന്നത് UG പ്രോജക്റ്റാണ്. അതുകൊണ്ട് സോ ഹൗ മെനി ക്വസ്റ്റ്യൻസ് അല്ലേ, എത്രമാത്രം ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തണം എന്നുള്ള ചോദ്യത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രസക്തി അത്രയും മാത്രം ഇല്ല. പക്ഷേ സാധാരണഗതിയിൽ അല്ലേ, നമ്മളൊരു UG തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് പ്രിപ്പറേഷൻ ആയതുകൊണ്ട് ഒരു 20 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ജെൻഡറിനെ കുറിച്ചും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് ഇങ്ങനെ കുറേയധികം ചോദിച്ച് വരുമ്പോൾ തന്നെ 4-5-6 ക്വസ്റ്റ്യൻസ് ആവും. പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവിനെ കവർ ചെയ്യുന്ന തരത്തിൽ കാണിക്കും വേണം. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ചെയ്ത് വരുമ്പോൾ ഒരു 20 ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാവും. ഓക്കെ, അതിനർത്ഥം എന്തല്ല 20 എണ്ണം വേണമെന്നൊന്നുമില്ല. നമുക്കൊരു 10 ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെ മതി. 4 ക്വസ്റ്റ്യൻ നമ്മളൊരു മൾട്ടിപ്പിൾ റേറ്റിംഗ് സ്കെയിലൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണമല്ല, നമ്മൾ ഒബ്ജക്റ്റീവ്സ് കവർ ചെയ്യുന്നുണ്ടോ, നമ്മുടെ സ്റ്റഡിയുടെ പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ടോ, ക്ലിയർ? നമുക്ക് അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള ഡാറ്റ അതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേണം, എത്ര ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ളതിന് അത്രമാത്രം പ്രസക്തിയില്ല. പക്ഷേ ഒബ്ജക്റ്റീവ് കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അല്ലെ, നമ്മൾ സ്കോപ്പ് ഓഫ് സ്റ്റഡി കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ഉൾപ്പെടുത്തുക. ക്ലിയർ? 20 എണ്ണത്തിൽ കൂടുതലായാലും കുഴപ്പമില്ല, കൂടുതൽ ക്വസ്റ്റ്യൻ വന്നാലും കുഴപ്പമില്ല. ഓക്കെ, സോ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തണം അല്ലേ, അപ്പോൾ നമ്മളാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് എന്ത് ഡാറ്റയാണ് വേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, ഏത് വിഷയത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. ക്ലിയർ? അവരിൽ നിന്നും കസ്റ്റമേഴ്സിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റൻഡഡ് ആയുള്ള റെസ്പോണ്ടൻസിൽ നിന്നും, അവർ നമ്മൾ പറയുന്ന പേരാണ് റെസ്പോണ്ടൻസ്, റെസ്പോണ്ട് ചെയ്യുന്ന വ്യക്തികൾ. ക്ലിയർ? അത്തരത്തിലുള്ള റെസ്പോണ്ടൻസിൽ നിന്നും ക്ലിയർ
നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡാറ്റാസ് എന്തൊക്കെയാണ്, അല്ലേ, എങ്ങനെയെല്ലാം അവർ റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ തന്നെ മുൻനിർത്തിക്കൊണ്ടൊരു ക്വസ്റ്റ്യൻ തയ്യാറാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. കാരണം എന്താ, നമുക്ക് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ അറിയാം. പക്ഷേ ആരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചിന്തിച്ചിട്ട് വേണം ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ. സോ വി ഷുഡ് പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദി റെസ്പോണ്ടൻസ്. സോ ക്വസ്റ്റ്യൻ പ്രിപ്പറേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താ, ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്, അല്ലേ, ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ ഷെഡ്യൂൾ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ നടത്താൻ മുമ്പ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആയിക്കോട്ടെ, അല്ലേ, ഈ ഷെഡ്യൂൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആണെങ്കിലും ക്വസ്റ്റ്യൻ ആണെങ്കിലും, അല്ലേ, ഇതൊന്നും നമ്മൾക്ക് വേണ്ടിയിട്ടല്ല തയ്യാറാക്കുന്നത്. പിന്നെ ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്? ഇൻറ്റൻഡഡ് യൂസേഴ്സ്, അല്ലേ, വേറെ ആരാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ആരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ? മറ്റുള്ള നമ്മുടെ റെസ്പോണ്ടൻസ് ആരാണോ നമ്മുടെ അടുത്ത് മറുപടി പറയേണ്ടത്, ആരാണോ നമുക്ക് ക്വസ്റ്റ്യനിലെ ആൻസർ തരേണ്ടത്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ. ക്ലിയർ? അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് ചോദ്യം ചോദിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഓരോ ചോദ്യത്തിനും റെസ്പോൺസ് ഉണ്ട്, അല്ലേ. അപ്പോൾ നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അവരെന്ത് റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. അതിനനുസരിച്ച് വേണം ഓപ്ഷൻസ് കൊടുക്കാൻ. ക്ലിയർ? അപ്പോൾ നമ്മുടെ റെസ്പോണ്ടൻസിനെ ചിന്തിച്ചുകൊണ്ട് വേണം ഓപ്ഷൻസ് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രൊവൈഡ് യുവർ മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വിചാരിക്കുക, അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഓക്കെ നമ്മുടെ മന്ത്ലി ഇൻകത്തിനനുസരിച്ച് നമുക്ക് അതിനെ കൊടുത്തളയാം എന്ന് പറഞ്ഞാൽ പറ്റില്ല, അല്ലേ. ചിലപ്പോൾ നമ്മൾ ഒരു പക്ഷേ നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കും, നമുക്ക് മന്ത്ലി ഇൻകം ഒന്നും ഇല്ല, അല്ലേ, മേ ബി അത്രത്തോളം ഉണ്ടാവില്ല. ചിലപ്പോൾ പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്ന 1000 രൂപയോ അല്ലെങ്കിൽ 500 രൂപയോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ മന്ത്ലി ഇൻകം. പക്ഷെ നമ്മളൊരു സാലറീഡ് ക്ലാസ്സിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചോ അവരുടെ കൺസംഷൻ ഹാബിറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻകം സേവിങ്സ് ഹാബിറ്റിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചിട്ട് വേണം ഇൻകത്തിൻ്റെ സ്ലാബ് സെറ്റ് ചെയ്യാൻ. പലപ്പോഴും കുട്ടികൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കി വരുമ്പോൾ ഇൻകം സ്ലാബ് സെറ്റ് ചെയ്ത് വരുന്നത് വളരെയധികം വ്യത്യാസത്തോടു കൂടിയായിരിക്കും കൊണ്ടുവരിക. ക്ലിയർ? മേ ബി ചിലപ്പോൾ 500 മുതൽ 1000 വരെ, 1000 മുതൽ അങ്ങനെ വെച്ചിട്ടൊക്കെ ആയിരിക്കും വരിക. പക്ഷേ നമുക്കറിയാം നോർമലി എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് മിക്കവാറും എന്തായിരിക്കും 10,000 അല്ലെങ്കിൽ 5,000 to 10,000 മിനിമം വരുന്ന റേഞ്ച് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് വേണം ചിന്തിക്കാൻ. അല്ല നമ്മളിപ്പോൾ റൂറൽ ഏരിയയിലുള്ള അഗ്രികൾച്ചറിസ്റ്റോ ഫാമേഴ്സിൽ നിന്നാണ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യുന്നത് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഫാർമേഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലേ, അവരുടെ ഇൻകം നമ്മൾ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, ഫാം ലാൻഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മന്ത്ലി ഇൻകം എന്തായിരിക്കും, അവർക്ക് മന്ത്ലി ഇൻകം ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല, അല്ലേ. അപ്പോൾ അവർക്ക് അവിടെ മന്ത്ലി ഇൻകം ചോദിക്കുന്നതിനേക്കാളും നല്ലത് എന്തായിരിക്കും, ആനുവൽ ഇൻകം ചോദിക്കുന്നതായിരിക്കും നല്ലത്. ക്ലിയർ? സോ പ്രൊവൈഡ് യുവർ ആനുവൽ ഇൻകം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ അത് മീനിങ് ഫുൾ ആയിട്ട് മാറും. കാരണം എന്താ, മന്ത്ലി കൊടുക്കാൻ ചിലപ്പോൾ അവർക്ക് മന്ത്ലി ആയിട്ട് അങ്ങനെ ഉണ്ടാവില്ല. ക്ലിയർ? അപ്പോൾ നമ്മൾ ആരാണോ നമ്മുടെ റെസ്പോണ്ടൻസ്, ആ റെസ്പോണ്ടൻസിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻസിനുള്ള ഓപ്ഷൻസ് കൊടുക്കാൻ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസും തന്നെ ഫ്രെയിം ചെയ്യാം. ക്ലിയർ? അപ്പോൾ അവരിൽ നിന്നാണ് ആൻസർ കിട്ടുന്നത്, അവരെയാണ് ഉദ്ദേശിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഉൾക്കൊള്ളിക്കേണ്ട ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ചോയ്സസ് എന്തൊക്കെയാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇപ്പോൾ കേരള ഗവൺമെൻറ് എംപ്ലോയീസ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മിനിമം സാലറി ഇപ്പോൾ ഏകദേശം 15,000 അല്ലെങ്കിൽ 20,000 25,000 ഒക്കെ ഉണ്ട്. അപ്പോൾ അപ് ടു 25,000 ഒരു സ്ലാബ് കൊടുത്തു. ക്ലിയർ? 25 to 50,000 അല്ലെങ്കിൽ 25 to 40,000. ക്ലിയർ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 40 to 55,000 അല്ലെങ്കിൽ 60,000. ക്ലിയർ? ദെൻ എബോവ് 60,000. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്ലാബ് ആക്കി കൊടുക്കാൻ പറ്റും. അല്ല, ജനറലി നമ്മൾ ഹൗസ് ഹോൾഡ് ഇൻകം അല്ലെങ്കിൽ ഗ്രാമപ്രദേശമുള്ള കുറച്ച് ആളുകളുടെ ഇൻകമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ഡെയിലി വേജസ് അല്ലെങ്കിൽ ഡെയിലി ഏണേഴ്സ് എന്നൊക്കെയാണ് നോക്കുന്നതെങ്കിൽ, അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം, മന്ത്ലി ഇൻകം ചോദിക്കുമ്പോൾ അപ് ടു 5,000 അല്ലെങ്കിൽ അപ് ടു 10,000. ക്ലിയർ? 10,000 to 15,000, 15,000 to 20,000. അപ്പോൾ നമ്മൾ സ്കെയിലിംഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കുറയ്ക്കേണ്ടി വരും, വളരെ കുറയ്ക്കേണ്ടി വരും. കാരണം എന്താ, അവിടെ ഒരാൾക്ക് കിട്ടുന്നത് പരമാവധി ചിലപ്പോൾ 10,000 രൂപ വരെ കിട്ടാം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ 15,000 രൂപ വരെയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 20,000 രൂപ വരെയൊക്കെ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഒരു 5,000 വെച്ചിട്ട് അങ്ങനെ നമ്മൾ സ്കെയിലിംഗ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നെക്സ്റ്റ് കൊണ്ടുപോകേണ്ടി വരും. ക്ലിയർ? ദെൻ എബോവ് 25,000 അല്ലെങ്കിൽ എബോവ് 30,000 ഒറ്റ സ്ലാബിലേക്ക് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ എബോ ബിലോ ആ രീതിയിൽ നമ്മൾ കാണിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. ക്ലിയർ? അപ്പോൾ അത് ആരെ ഉദ്ദേശിക്കണം എന്നുള്ള രീതിയിൽ. ക്ലിയർ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കുകയെന്ന് വിചാരിക്കുക, അല്ലേ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കുമ്പോൾ
ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ നമുക്ക് അപ് ടു SSLC വേണമെങ്കിൽ കൊടുക്കാം. ക്ലിയർ? അപ് ടു SSLC. ഓക്കെ, എന്താണ് അതിൻ്റെ അർത്ഥം? SSLC വരെ പഠിച്ചിട്ടുള്ള ആൾക്കാർ അല്ലേ. അപ്പോൾ നമ്മൾ സാലറീഡ് പീപ്പിൾസിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ നേച്ചറാണ് എടുക്കുന്നത് വിചാരിക്കുക. അപ്പോഴും നമുക്ക് വേണമെങ്കിൽ അപ് ടു SSLC അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് SSLC കൊടുക്കാം. ക്ലിയർ? അതല്ല വേറെ നമ്മുടെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ വളരെ ഗ്രാമപ്രദേശങ്ങളിൽ ഫാർമേഴ്സിൽ നിന്നുള്ളൊരു ഡാറ്റ കളക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് അതിനേക്കാളും നല്ലത് ഈ അപ് ടു SSLC ഒറ്റത് കൊടുക്കുന്നതിന് പകരം അപ് ടു പ്രൈമറി ക്ലാസ്, ക്ലിയർ, പ്രൈമറി അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ മാത്രം കൊടുക്കാം. ക്ലിയർ? പിന്നെന്ത് കൊടുക്കാം? സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ദെൻ കോളേജ് ലെവൽ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, ദെൻ കോളേജ് ലെവൽ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ അല്ലെങ്കിൽ എബോവ് ഗ്രാജുവേറ്റ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സ്കെയിലിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരാണ് നമ്മുടെ ആൻസർ തരേണ്ട വ്യക്തികൾ ആരാണ് അല്ലേ, അല്ലെങ്കിൽ റെസ്പോണ്ടൻസ് ആരാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ പോപ്പുലേഷനിൽ വരുന്ന നമ്മുടെ സാമ്പിൾസിൽ വരുന്ന ആൾക്കാരാരാണ്, അവരെ ഉദ്ദേശിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യന് ആൻസർ നൽകാൻ അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളുടെ അവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഉത്തരം നൽകാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ വിഭാഗമായി അപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുക, അതിലുള്ള ഓപ്ഷൻസ് കൊടുക്കുക, ചോയ്സസ് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മീനിങ് ആയിട്ട് അനാലിസിസ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? സോ അവർ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റിലിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. എന്താണോ ടൈറ്റിൽ ഓഫ് ദ സ്റ്റഡി, നേരത്തെ സാറ് പറഞ്ഞു അല്ലേ, നിങ്ങൾക്ക് നേരത്തെ വെക്കേഷനിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷനെ സംബന്ധിച്ച് സാർ ക്ലാസ് എടുക്കുമ്പോൾ പറയണ്ടായി അല്ലേ. ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ പ്രോജക്റ്റിൻ്റെ എല്ലാ വർക്കിനെയും റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ടൈറ്റിൽ. അപ്പോൾ ആ ടൈറ്റിൽ എന്താണോ അതിനെ സാധൂകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രോജക്റ്റിൽ ഉണ്ടായിരിക്കണം. ഇല്ല, ഇപ്പോൾ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ടൈറ്റിൽ കൊടുത്തു, പക്ഷേ അനലൈസ് ചെയ്യാൻ വേണ്ടി ചോദിച്ച ചോദ്യങ്ങളൊക്കെ പ്രോഫിറ്റബിലിറ്റിയുടെ കേസസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിട്ട് മാറും? നമ്മുടെ ടൈറ്റിൽ ഒന്നാണ്, ചോദിച്ച ചോദ്യം ഒന്നായിട്ട് മാറും. ക്ലിയർ? സേവിങ്സ് ഹാബിറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ടൈറ്റിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചോദിച്ചത് മുഴുവൻ നമ്മുടെ കൺസംഷനെ കുറിച്ചാണെന്ന് വിചാരിക്കുക. എന്ത് പർച്ചേസ് ചെയ്യുന്നു, എത്ര പർച്ചേസ് ചെയ്യുന്നു, എത്ര രൂപ പർച്ചേസ് ചെയ്യുന്നു, ക്ലിയർ, എന്തൊക്കെ ആർട്ടിക്കിൾ പർച്ചേസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് സേവിങ്സിനെ കുറിച്ച് അത്രത്തോളം അതൊന്നും ഉൾക്കൊള്ളിക്കണമെന്നില്ല. അതെല്ലാം അതിലൂടെയൊക്കെ നമുക്ക് എന്തിലേക്ക് വരണം? സേവിങ്സിൻ്റെ എമൗണ്ടിലേക്ക് വരണം, നേച്ചർ ഓഫ് സേവിങ്സിലേക്ക് വരണം, ക്ലിയർ, എമൗണ്ട് ഓഫ് സേവിങ്സിലേക്ക് വരണം, ക്ലിയർ, സേവിങ്സിൻ്റെ സേവ് ചെയ്യുന്ന എമൗണ്ട് എന്ത് ചെയ്യുന്നതിലേക്ക് വരണം, ക്ലിയർ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴേ ആ ടൈറ്റിൽ നമുക്ക് സാധൂകരിക്കാൻ പറ്റും, ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ അവർ ക്വസ്റ്റ്യനെയർ ഷുഡ് ജസ്റ്റിഫൈ ദി ടൈറ്റിൽസ്. ക്ലിയർ? അപ്പം നമ്മുടെ ടൈറ്റിൽ എന്താണോ അതിനനുസരിച്ച് ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുക. ദെൻ ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റഡി ആൻഡ് സ്കോപ്പ് ഓഫ് സ്റ്റഡി. ക്ലിയർ? നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ക്ലിയർ? 1, 2, 3 അല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്റ്റീവ്, സെക്കൻഡറി ഒബ്ജക്റ്റീവ് എന്നൊക്കെ വെച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഒബ്ജക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം എന്ത് ചെയ്യാൻ? ക്വസ്റ്റ്യനെയർ ബിൽഡ് ചെയ്യാൻ. ക്ലിയർ? ടു അനലൈസ് എ പർട്ടിക്കുലർ തിങ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലേ, ടു അനലൈസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ അമംഗ് എംപ്ലോയി. അങ്ങനെയാണെങ്കിൽ എംപ്ലോയീസിൻ്റെ ജോബ് സാറ്റിസ്ഫാക്ഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തിരിക്കണം. ക്ലിയർ? ഇപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്താണ്, അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ആ ഓരോ ഫാക്ടേഴ്സിലും സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്തായിരിക്കണം, അപ്പോൾ നമ്മൾ റേറ്റിംഗ് സ്കെയിലായിട്ട് കൊടുത്തിരിക്കണം. ക്ലിയർ? അപ്പോൾ നമ്മൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ ഏത് സ്കെയിലിൽ കൊടുക്കണം? ക്ലിയർ? സ്കെയിൽ എത്ര വേണം? 3 പോയിന്റ് സ്കെയിൽ മതിയോ, 5 പോയിന്റ് സ്കെയിൽ വേണോ അല്ലേ? അപ്പോൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആണോ, സാറ്റിസ്ഫൈഡ്, ഹൈലി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നോട്ട് സാറ്റിസ്ഫൈഡ്. ക്ലിയർ? അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് 3 സ്കെയിൽ മതിയോ? അതല്ല നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സ്കെയില് വളരെയധികം കൂട്ടണം, ഒരു 5 പോയിന്റ് സ്കെയിലാക്കി മാറ്റണോ അല്ലേ? അപ്പോൾ ആ രീതി നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനനുസരിച്ച് നമ്മുടെ ഒബ്ജക്റ്റീവിനെ കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വേണം. ഓക്കെ, അപ്പോൾ ഏതെല്ലാം ഫാക്ടേഴ്സിൽ നമുക്കിത് ചോദിക്കണം. ഓക്കെ, അപ്പോൾ സേവിങ്സ് ഹാബിറ്റിനെ കുറിച്ച് പഠിക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സേവിങ്സ് ഹാബിറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ചോദിക്കേണ്ടത്? അപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് നിങ്ങളുടെ സേവിങ്സ് എന്താണെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യണം? ഇൻകം എത്രയാണെന്ന് ചോദിക്കണം അല്ലേ, കൺസംഷൻ എത്രയാണെന്ന് ചോദിക്കണം, സേവിങ്സ് എത്ര വരുന്നുണ്ടെന്ന് ചോദിക്കണം അല്ലേ, എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ സേവ് ചെയ്യുന്നത്, പീരിയോഡിക്കലി, അത് മന്ത്ലി ആണോ, വീക്ക്ലി ആണോ, ഡെയിലി ആണോ സേവ് ചെയ്യുന്നത്, അങ്ങനെ ചോദിക്കാം. പിന്നെയോ ഈ സേവ് ചെയ്യുന്ന എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ കിട്ടിയിരിക്കുന്ന എമൗണ്ട് സേവിങ്സിനെ നിങ്ങൾ
അല്ലേ, എന്താണ് ചെയ്യുക. അങ്ങനെ നമുക്ക് സേവിങ്സ് ഹാബിറ്റിനെ കുറിച്ച് പിന്നീട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവിൽ സേവിങ്സ് ഹാബിറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, സേവിങ്സ് ഹാബിറ്റിന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുക. ക്ലിയർ? ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ അത്, മാർക്കറ്റിംഗ് പ്രൊമോഷണൽ മെഷേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊമോഷണൽ മെഷേഴ്സിനെ കവർ ചെയ്യുന്ന തരത്തിൽ ഉള്ള, അല്ലേ, ഒറ്റ പ്രൊമോഷൻ മെഷർ മാത്രമായിരിക്കും ഉണ്ടാവുക അല്ല. ഇൻ ഓർഡർ ടു സ്റ്റഡി അബൌട്ട് ദി പ്രൊമോഷണൽ പോളിസി ഓഫ് ദ കമ്പനി എന്നാണെങ്കിൽ അവിടെ പ്രൊമോഷണൽ പോളിസി കൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് മാത്രം നിർത്തിയാൽ പോരാ. അപ്പോൾ അവിടെ അഡ്വർടൈസ്മെൻറ്റ്, മീഡിയ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവും, അല്ലേ, ടി വി അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവും, ഇലക്ട്രോണിക് മീഡിയ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാവും, ഇൻ്റർനെറ്റ് അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഹോർഡിങ്ങോ അതുപോലെ തന്നെ അങ്ങനെയുള്ള പബ്ലിക് പ്ലേസിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാവാം, ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ടാവാം. ക്ലിയർ? സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റി ഉണ്ടാവാം, പേഴ്സണൽ സെല്ലിംഗ് ഉണ്ടാവാം. ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് പോകണം. ക്ലിയർ? അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ നോക്കണം. ഒരു കമ്പനിയിൽ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൽ ഒബ്ജക്റ്റീവ്സ് എത്ര എണ്ണം വെച്ചിട്ടുണ്ടോ അത്രയും ഒബ്ജക്റ്റീവ്സിനെ കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണം ഉൾപ്പെടുത്താൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ, അല്ലേ, ഇപ്പോൾ 4 ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. 4 എണ്ണം വേണമെന്നില്ല പറയണത്. 4 ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ ആ 4 ഒബ്ജക്റ്റീവിലും സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനനുയോജ്യമായിട്ടുള്ള, അതിനെ കവർ ചെയ്യാൻ പറ്റുന്ന, അതിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന, അതിലേക്ക് ആവശ്യമുള്ള ഡാറ്റ കിട്ടുന്ന, അല്ലെങ്കിൽ അതിലേക്ക് ആവശ്യമായുള്ള ഡാറ്റ അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷൻസും ചോയ്സസും നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുക്കുകയും വേണം. അപ്പോഴേ റെസ്പോണ്ടൻസിന് അതിനെക്കുറിച്ച് മറുപടി തരാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. ക്ലിയർ? അപ്പോൾ തന്നെ കവറേജ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, വി നീഡ് ടു ക്ലിയർ concerned about the coverage and scope of the objective. Clear? എന്തുമാത്രം കവറേജ് ആവശ്യമുണ്ട്, അല്ലേ, നമ്മുടെ സ്കോപ്പ് ഓഫ് സ്റ്റഡി, അല്ലേ, നമ്മുടെ സ്കോപ്പ് ഓഫ് സ്റ്റഡി ലിമിറ്റഡ് ടു നമ്മളായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അല്ലേ, വളരെ കൂടുതൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല, നമ്മൾ കുറച്ച് വളരെ ഒന്നും പഠിക്കാതെ ഇരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കുന്നു നമ്മൾ സ്കോപ്പിൽ കാണിച്ചിട്ടുണ്ടാവും, അതുപോലെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുന്നു ഒബ്ജക്റ്റീവിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ട് കവർ ചെയ്യുന്ന തരത്തിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുക. ക്ലിയർ? അപ്പോൾ കവറേജ് ഷുഡ് ബി there in framing question. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നേരത്തെ നമുക്ക് ഒബ്ജക്റ്റീവിൽ നമ്മൾ വളരെ ഒബ്ജക്റ്റീവ് സ്കോപ്പൊക്കെ സെർവ് ചെയ്യുന്ന തരത്തിൽ 10 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയാൽ മതിയെങ്കിൽ 10 എണ്ണം മതി. പക്ഷേ 10 എണ്ണത്തിൽ നിൽക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, 15 20 എണ്ണത്തിലേക്ക് വേണം. 20 നിൽക്കുന്നില്ലെങ്കിൽ 25 എണ്ണത്തിലേക്ക് പോകണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ് അതുപോലെ തന്നെ സ്കോപ്പിനെ കവർ ചെയ്യുന്ന തരത്തിലേക്ക് ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറോ അതുപോലെ തന്നെ അതിലെ ഓപ്ഷൻസോ ഒക്കെ കൂട്ടാം. ദെൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തണം, അല്ലേ, എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തണം, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീരുമാനിക്കാം. ക്ലിയർ? എന്തിനനുസരിച്ച് തീരുമാനിക്കാം, ബേസ്ഡ് ഓൺ അവർ ഒബ്ജക്റ്റീവ്. അഗെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അല്ലേ, ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാൻ നമ്മൾ ഇന്നൊരു ക്വസ്റ്റ്യൻ കൊടുത്താൽ മതിയാവോ. ക്ലിയർ? ഓക്കെ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലേ, എല്ലാ കാര്യത്തിലും നിങ്ങൾ സേവിങ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് വിചാരിക്കാം. Do you have a habit of saving? Or will you have a regular habit of saving? അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇതിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും, ഒന്നുകിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും, അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, അവിടെ ഡൈക്കോട്ടമസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, 2 തരത്തിലുള്ള ആൻസർ വരുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ വേണം നമ്മൾ ഫ്രെയിം ചെയ്യാൻ, അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് വേണം നമുക്ക് എടുക്കാനും, അങ്ങനെ ഒരു ഓപ്ഷൻ വേണം നമ്മൾ റെസ്പോൺസ് ആയിട്ട് കൊടുക്കാനും. ക്ലിയർ? അപ്പോൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി, നിങ്ങൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് റിസർച്ച് മെത്തഡോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനിൽ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാൻ, നമ്മുടെ റെസ്പോണ്ടൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ദേ ക്യാൻ ഗിവ് ദെയർ ഓൺ ഒപ്പീനിയൻ ഇൻ റിട്ടൺ വേർഡ്സ്. ക്ലിയർ? സേ ഫോർ എക്സാമ്പിൾ, അല്ലേ, ആനുവൽ ഇൻകം ഓഫ് റെസ്പോണ്ടൻസ് നമ്മൾ ചോദിച്ചെന്ന് വിചാരിക്കുക. ആനുവൽ ഇൻകത്തിനെ സംബന്ധിച്ച് നമ്മൾ ഓപ്ഷൻ ഒന്നും കൊടുത്തില്ല, സ്കെയിൽ ഒന്നും കൊടുത്തില്ല എന്ന് വിചാരിക്കുക, ചോയ്സ് ഒന്നും കൊടുത്തില്ല എന്ന് വിചാരിക്കുക. ഒരു ഡാഷ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് 50,000 ആണെങ്കിൽ 50,000 സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും, 60,000 രൂപ ആണെങ്കിൽ 60,000 രൂപ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് നമ്മൾ എന്താണ് പറയുക, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ആൻസർ റെസ്പോണ്ടൻസ് തന്നെ എഴുതുകയാണ്. ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും, സേ ഫോർ എക്സാമ്പിൾ അപ് ടു 30,000 നമ്മളൊരു കൊടുത്തു, ദെൻ 30,000 to 40,000, 40,000 to 50,000, 50,000 ആൻഡ് എബോവ്, അല്ലെങ്കിൽ എബോവ് 50,000. അപ്പോൾ നമ്മൾ തന്നെ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ റെസ്പോൺസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ അതിനെ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും.
അപ്പോൾ ക്ലോസ് എൻഡ് വേണോ ഓപ്പൺ എൻഡഡ് വേണോ എന്ന് നിശ്ചയിക്കണം. ക്ലിയർ? ഓപ്പൺ എൻഡഡ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ, എല്ലാം ഡാറ്റയും നമ്മൾ കമ്പയർ ചെയ്യണം, ഒരു എക്സൽ ഷീറ്റിലാക്കണം. ക്ലിയർ? അതിന് നമ്മൾ വീണ്ടും ഗ്രൂപ്പ് ചെയ്യണം. ക്ലിയർ? ഓൾറെഡി നമ്മൾ ക്ലോസ് എൻഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിലോ നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. ക്ലിയർ? സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗിവ് ക്ലോസ് എൻഡ് ക്വസ്റ്റ്യൻ. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും എല്ലാ ചോദ്യത്തിനും ക്ലോസ് എൻഡ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഓപ്പൺ എൻഡഡ് ആയിട്ട് വേണ്ടി വരും. അപ്പോൾ ഏത് ഓപ്പൺ എൻഡഡ് വേണം ഏത് ക്ലോസ് എൻഡ് വേണം നമ്മൾ നിശ്ചയിച്ചിട്ട് വേണം അത് കൊടുക്കാൻ. ക്ലിയർ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പൺ എൻഡഡ് വേണോ ക്ലോസ് എൻഡ് വേണോ നിങ്ങൾക്ക് ഡൗട്ട് വേണമെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസിംഗ് ടീച്ചറെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവരടുത്ത് ചോദിക്കുക. ക്ലിയർ? ഓക്കെ. അതുപോലെ ഡൈക്കോട്ടമസ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലേ, മെയിൽ ഫീമെയിൽ ആ രീതിയിൽ വരുന്ന അല്ലേ 2 ആൻസർ മാത്രമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ക്ലിയർ? റേറ്റിംഗ് സ്കെയിൽ വേണമെങ്കിൽ ചെയ്യാം. ക്ലിയർ? റേറ്റിംഗ് സ്കെയിലെല്ലാം നമുക്ക് ഡിഗ്രി മെഷർ ചെയ്തിട്ടുള്ള സ്കെയിലിംഗ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. റാങ്കിങ് ചെയ്യണമെങ്കിൽ റാങ്കിങ് ചെയ്യാം. അല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കാം. ക്ലിയർ? ലീനിയർ സ്കെയിലിംഗ് പ്രൊവൈഡ് ചെയ്യെങ്കിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. സോ ദർ ആർ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ. ക്ലിയർ? അപ്പോൾ നമ്മൾ ഓരോരോ ചോദ്യത്തിനും എന്ത് റെസ്പോൺസ് വേണമെന്ന് നമ്മൾ മുൻകൂട്ടി ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ എന്താണ്, റെസ്പോണ്ടൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, അവരുടെ സ്ഥിതി എന്തായിരിക്കും, അവരെങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവിടെ എല്ലാ ആൾക്കാരെയും നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാമ്പിൾസിനെ മുഴുവൻ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, ആ രീതിയിൽ വേണം ചെയ്യാൻ. ക്ലിയർ? ഓക്കെ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുമ്പോഴേ നല്ലൊരു ക്വസ്റ്റ്യനെയറായിട്ട് മാറുള്ളൂ. ക്ലിയർ? ഇപ്പോൾ ഇത്തരത്തിൽ പോയിന്റ്സ് എല്ലാം നോക്കിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൺസേൺ സൂപ്പർവൈസിംഗ് ടീച്ചറെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ടൈറ്റിൽ ഓഫ് ദ സ്റ്റഡി അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റഡി ക്ലിയർ കൂടെ സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സൂപ്പർവൈസിംഗ് ടീച്ചർക്ക് മെയിൽ അയക്കുകയും അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ടൈറ്റിലിനെയും ഒബ്ജക്റ്റീവിനെയും ബേസ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനെയറിൽ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. വെറുതെ ഒരു ക്വസ്റ്റ്യനെയർ അയച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങളുടെ ടോപ്പിക് എന്താണെന്ന് അറിയില്ല, ടൈറ്റിൽ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണമെന്ന് അറിയില്ല, എന്തിനു വേണ്ടി പഠിക്കണമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ട് വാട്സപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയരുത്. അല്ലേ, സൂപ്പർവൈസിംഗ് ടീച്ചറെ ക്വസ്റ്റ്യനെയർ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണ്ടി ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ട് നിങ്ങൾ അയക്കുകയാണെങ്കിൽ അപ്പോഴൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റഡി അതുപോലെ തന്നെ ടൈറ്റിൽ ഓഫ് ദ സ്റ്റഡി അങ്ങനെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം സ്റ്റേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യനെയറും കൂടെ തയ്യാറാക്കിയിട്ട് അതുകൂടെ എല്ലാം കൂടെ അയക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവർക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും, നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ അഡ്വൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ.